നമസ്കാരം. കലിയുഗവരദനായ ഭഗവാൻ അയ്യപ്പൻ ഭക്തർക്ക് ദർശനം നൽകുന്നതിന് വേണ്ടി ശബരിമല കാടുകളിൽ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ എത്രയോ പിന്നിട്ടിരിക്കുന്നു. ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ഭക്തർ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ആ മല കയറി ഭഗവാനെ കണ്ട് സായുജ്യമടഞ്ഞ് മടങ്ങുമായിരുന്നു. ഇടയ്ക്കിടെ ചില കുത്തിത്തിരിപ്പുകാർ രംഗത്തിറങ്ങിയെങ്കിലും ധർമ്മപരിപാലകനായ ഭഗവാൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഒരു വാശി പോലെ ഒരു നുണക്കഥയുണ്ടാക്കി 2018 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കമ്മിക്കൂട്ടം ഭഗവാനെ കുടിയിറക്കാൻ രംഗത്തിറങ്ങുന്നു. ഭഗവാനെ അവിടുന്ന് കുടിയിറക്കിയാൽ രണ്ടാം ശ്രീനാരായണ ഗുരുവായി നവോത്ഥാന നായക പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്ന് ഏതോ PR മാനേജർ പിണറായി വിജയൻ്റെ ചെവിയിൽ ഓതിയപ്പോൾ തോന്നിയ ബാധയായിരുന്നു അന്നത്തെ ഭ്രാന്തിൻ്റെ കാരണം. പിണറായിയുടെ ഭ്രാന്തിനെ ജനം തോൽപ്പിച്ചു. മഹാപ്രളയം നൽകി നാടിന് താക്കീത് നൽകി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി. അതോടെ തെറ്റ് മനസ്സിലാക്കി എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില നന്നാകുന്ന ലക്ഷണങ്ങൾ കാണിച്ചു. അതുകൊണ്ട് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ച ഭൂരിപക്ഷം കൊടുത്തു. തെറ്റ് തിരുത്തുന്നവരോടെ അവർ ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കാൻ കഴിയുന്ന വിശാല മനസ്കനാണ് കലിയുഗ വരദൻ. പക്ഷെ താൽക്കാലിക വിജയം അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള നടത്തമായി മാറി. പിന്നീടങ്ങോട്ട് നമ്മൾ കണ്ടത് മുഴുവൻ അഹങ്കാരത്തിൻ്റെ മഹാമേളകളായിരുന്നു. ഭഗവാന്റെ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് തുടർച്ചയായി ഭഗവാനെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോവാൻ വലിയൊരു ഗൂഢാലോചന സംഘം സന്നിധാനത്ത് രൂപപ്പെട്ടു. ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയി അതിൽ പൂശിയിരുന്ന സ്വർണം മോഷ്ടിച്ചെടുത്തു. അതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചു. ഒടുവിൽ ചില തിരിച്ചടികൾ ഉണ്ടായപ്പോൾ, മഹാരോഗത്തിന് അടിമയായപ്പോൾ, കൂടെ നിന്നവർ പലരും വഞ്ചിച്ചപ്പോൾ, അതുവരെ പ്രത്യേക അന്തർധാരയിലൂടെ തൻ്റെ അഴിമതി കേസുകളൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞപ്പോൾ ചെറിയൊരു പേടി തട്ടിയതുകൊണ്ട് പിന്നെയും പശ്ചാത്തപിക്കുകയല്ല ചെയ്തത്, ഭഗവാനെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയ്യപ്പ സംഗമം എന്ന പേരിൽ പണം അടിച്ചു മാറ്റാനും ഭഗവാനെ കബളിപ്പിക്കാനും ഒരു വൃത്തികേടുമായി രംഗത്തിറങ്ങി. അപ്പോഴേക്കും ഭഗവാൻ ഉഗ്രപ്രതാപിയായി കലിയുഗ വരദനായി രംഗത്തിറങ്ങി. ആ കലിയുഗ വരദന്റെ കോപത്തെ അകറ്റി നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞില്ല. 2009 മണ്ഡല പുനർവിഭജനത്തിലൂടെ ഏതു വലിയ കൊടുങ്കാറ്റിലും 60 സീറ്റിലേക്ക് വീഴില്ലെന്നും പിന്നെ ഒരു 11 സീറ്റ് കൂടി നേടിയാൽ ഭരണം ഉറപ്പിക്കാം എന്നും വിശ്വസിച്ച് അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് ഓടിക്കയറിയ പിണറായിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ധർമ്മടത്ത് പോലും ആദ്യ റൗണ്ടുകളിൽ പിണറായി പിറകിൽ നിന്നു. പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച സകലരെയും തോൽപ്പിച്ച് വീട്ടിലിരുത്തി. ഭഗവാനെ അടിച്ചു മാറ്റാൻ കൂടെ നിന്നവരെ നിരനിരയായി അഴിയെണ്ണിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സമ്പൂർണ്ണ പരാജയം അനിവാര്യമായതുകൊണ്ട് CPMന്റെ വകയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ 2 പേരടക്കം സകലരെയും ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. 90 ദിവസമാണ് ഇവറ്റകൾ ജയിലിൽ കിടന്നത്. ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ച മുരാരി ബാബുവിനെ നേരത്തെ തന്നെ ഭഗവാൻ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടുകൂടി എല്ലാം ശാന്തമായി എന്ന് കരുതിയതാണ്. പക്ഷെ എന്നിട്ടും പിണറായിക്ക് അഹന്ത മാറുന്നില്ല. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പശ്ചാത്താപത്തോടെ പരിഹാരം ചെയ്യുന്നതിന് പകരം അവശേഷിക്കുന്ന അധികാരത്തിന്റെ അപ്പകഷ്ണത്തിൽ ചാടിക്കടിച്ച് തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് എന്തു പറ്റി? ഇതാ ഭഗവാൻ തൻ്റെ കോപാഗ്നിയിൽ വീണ്ടും ആ കമ്മിക്കൂട്ടത്തെ കത്തിച്ചു കളയുന്നു. ദ്വാരപാലക മോഷണ കേസിനും കട്ടളപ്പടി കേസിനും പിന്നാലെ ഇതാ മറ്റൊരു പുതിയ കേസിനു കൂടി രൂപം കൊടുക്കാൻ SIT ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ 2023 ചുമതലയേറ്റ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് ഈ കൊള്ള നടത്താൻ കൂട്ടുനിന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. PS പ്രശാന്തിനെ ഒന്നിലധികം തവണയാണ് വിളിച്ചു വരുത്തി SIT ചോദ്യം ചെയ്തതും പങ്കാളിത്തം കണ്ടെത്തിയതും. PS പ്രശാന്ത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് 2 കൈകളും ശൂന്യമാക്കി കടന്നുപോയ മുരാരി ബാബു അടക്കം ഈ കമ്മിക്കൂട്ടങ്ങളെ കൂട്ടത്തോടെ വീണ്ടും അഴിയണിക്കാൻ നീക്കം നടത്തുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളായിരുന്നു പ്രശാന്ത്. അവിടെ തോറ്റുപോയി. അപ്പോഴാണ് മോഷണത്തിന് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുടെ ഒഴിവുണ്ടെന്ന് പിണറായിക്ക് ബോധ്യമായത്. അങ്ങനെയാണ് ഒരു അപ്പക്കഷ്ണം നീട്ടിക്കൊടുത്ത്
പ്രശാന്തിനെ കൊണ്ട് ചാടിക്കടിപ്പിക്കുന്നത്. അപ്പ കഷ്ണത്തിന് വേണ്ടി സന്നിധാനത്ത് പോയിരുന്ന് അയ്യപ്പ ഭക്തന്റെ വേഷം കെട്ടി പ്രശാന്തും കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. എന്തെങ്കിലും അടിച്ചു മാറ്റിയോ എന്ന് വ്യക്തമല്ല. പക്ഷെ മാറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പദവിയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്തെ വലിയൊരു ആഡംബര വസതി പണിതത് എന്ന് അദ്ദേഹത്തിന്റെ അയൽപ്പക്കക്കാർ ചോദിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ ഒടുവിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 2019 നടന്ന കൊള്ളയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എന്നിട്ടും 2025 ഈ കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടി ദ്വാരപാലക ശില്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ടു വീണ്ടും സ്വർണം പൂശാൻ. 2019 30 കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞവയിൽ ഉൾപ്പെട്ട ദ്വാരപാലക ശില്പത്തിന് പിന്നെ എന്തിനാണ് സ്വർണം പൂശുന്നത് എന്ന് ചോദിച്ചില്ല. 2019 ഇത് മോഷ്ടിച്ച് അതിൽ ചെമ്പ് പാളി പൊതിഞ്ഞ് സ്വർണം പൂശി കൊണ്ടുവച്ചതാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് 2025 തിളക്കം നഷ്ടപ്പെട്ട് കള്ളി പിടിക്കപ്പെടാതിരിക്കാൻ ഈ പ്രശാന്ത് അത് കൊടുത്തുവിടാൻ തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ മോഷണം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു, മോഷണത്തിന് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന കള്ളനാണ് അപേക്ഷകൻ. മുരാരി ബാബുവാണ് പോറ്റിയുടെ കയ്യിൽ തന്നെ ഇത് കൊടുത്തുവിടണം എന്ന് ഫയൽ എഴുതിയത്. പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പിടിക്കപ്പെട്ടാലോ എന്ന ആശങ്ക കൊണ്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഫയലിൽ ഒപ്പുവെച്ചത് PS പ്രശാന്ത് എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് സംഘവും. 2024 ആരംഭിച്ച ഫയലാണ് പ്രശാന്ത് ഒപ്പുവെച്ച് 2025 ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തയച്ചത്. നിയമം എന്തായിരുന്നു അറിയാമോ? തിരുവാഭരണമോ ശ്രീകോവിലുമായി ബന്ധമുള്ള എന്തെങ്കിലുമോ ദിവ്യവസ്തുക്കൾക്ക് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെങ്കിൽ ക്ഷേത്ര പരിസര പ്രദേശത്ത് തന്നെ ചെയ്യണം എന്ന തിരുവിതാംകൂർ ദേവസ്വം മാനുവലിലെ ചട്ടം ലംഘിച്ചു. 2021 ഇവിടെ മോഷണം നടക്കുന്നത് പതിവായപ്പോൾ 2023 ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു. നേരത്തെ തന്നെ ഹൈക്കോടതി നിയോഗിച്ചിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഇത്തരം ഒരു കാര്യവും ചെയ്യരുതെന്ന്. സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജാണ്. ഈ സ്പെഷ്യൽ കമ്മീഷനോടും മറച്ചു വെച്ചു. സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ക്ഷേത്ര പരിസരത്ത് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ഈ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടു ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്. ഇത് മോഷ്ടിക്കാനായിരുന്നു, മോഷണം നടത്താനായിരുന്നു, മോഷണത്തിന് കൂട്ടുനിൽക്കാനായിരുന്നു. അതിനുവേണ്ടി വ്യാജരേഖകളും ചമച്ചു. ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശാന്തിനെ മുഖ്യപ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന 7 പ്രതികൾ പ്രശാന്തിനെ കൂടാതെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന M രാജീവ്കുമാർ, പ്രധാന കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠരര് രാജീവരെ, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ രജിലാൽ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ മുതലാളി പങ്കജ് ഭണ്ഡാരി എന്നിവരാണ്. കൂടാതെ കുറച്ചുപേരെ കൂടി പ്രതി ചേർക്കേണ്ടി വരും. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് പറയുകയും കോടതി അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു. ഏതു നിമിഷവും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. എന്ന് വെച്ചാൽ അയ്യപ്പനെ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന കൂട്ടത്തിൽ PS പ്രശാന്ത് അടക്കമുള്ള ഈ 7 പേര് കൂടി ഇനി കുറഞ്ഞത് 3 മാസം ജയിലിലേക്ക് പോകും. ഈ 3 മാസം അഴിയെണ്ണി മടങ്ങി വന്നാലേ ബാക്കിയുള്ളവരുടെ ഭാവി അറിയാൻ കഴിയൂ. പ്രശാന്ത് ചാടി ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയമാണ്. VD സതീശൻ പകവീട്ടുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്രതി ചേർത്തതാണെന്ന് പിണറായി വിജയന്റെ കാലത്ത് കോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. അന്ന് പിണറായിക്ക് പോലും പിണറായിയുടെ ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന VD സതീശന് ഇടപെടാൻ കഴിയുന്നത്. എന്തായാലും PS പ്രശാന്ത് അടക്കം അയ്യപ്പനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച തിരുട്ട് സംഘം കൂടി അഴിയെണ്ണാൻ പോകുന്നു. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, ആഡംബര വീട് പണിതു എന്ന മറുനാടനോടെ മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ പറഞ്ഞതുകൂടി കേൾക്കുക. അദ്ദേഹം കോൺഗ്രസിലായിരുന്ന സമയത്ത് KPC സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് 2021 അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുക്കുന്നത്. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് PS പ്രശാന്ത്. ഞങ്ങൾ ഒരേ കോൺഗ്രസിനകത്ത് അറിയാലോ, ഒരേ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാനം KPC സെക്രട്ടറി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെന്ന് പലതവണ പലർ വഴിയും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ എപ്പോഴോ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കാര്യവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞ ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, എങ്കിലും കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടും സാമൂഹ്യ പ്രവർത്തനം കൊണ്ടും ഞാനിത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളി പലപ്പോഴും അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു ഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം അദ്ദേഹം പോയതിന് ശേഷം അയാൾ നേടിയിട്ടുണ്ട്. അതനുസരിച്ച് പുതിയ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. തൊട്ടടുത്ത് തന്നെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചു എന്നും അത്തരത്തിൽ അയാൾക്ക് സാമ്പത്തികമായ ഒരുപാട് നേട്ടം
കൈവരിക്കാൻ 2 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രതിഷേധ മാർച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലോട്ട് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. പോലീസ് തടഞ്ഞു, ശക്തമായ മാർച്ച്. അവസാന സമാധാനമായി പിരിഞ്ഞു പോവുകയും തുടർന്ന് നമ്മൾ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത് അഴിമതിയാണ്, അദ്ദേഹത്തിൻ്റെ അറിവോടെ നടന്ന ശബരിമല നടന്ന കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് വരെ ഈ പറയുന്ന പോറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകത്തുള്ളൂ. അപ്പം അന്നൊന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ ഒരു സംശയമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പുള്ളി വീട് പാല് കാച്ച് കഴിഞ്ഞു, ഇപ്പം നാട്ടിലാകെ ഒരു സംസാരമുണ്ട് പുള്ളി വീണ്ടും അടുത്ത് വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു, അതായത് ഇത് വെറും ഏകദേശം എത്ര സെൻറ്റ് വാങ്ങിയിട്ടുണ്ട്? ഇപ്പം വീണ്ടും അതിനടുത്തായിട്ട് ഒരു 5-നും 10-നും ഇടയിലടുത്ത് ഒരു 10 സെൻറ്റോളം വാങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടിലുള്ള സംസാരം.